മെസ്സിയാണോ മികച്ചത് റൊണാൾഡോയാണോ മികച്ചത് നമ്മൾ എപ്പോഴും ഡിബേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മെസ്സിയെ സംബന്ധിച്ച് ഇപ്പോൾ MLS-ലാണ് കളിക്കുന്നത്. റൊണാൾഡോയെ സംബന്ധിച്ച് സൗദി പ്രോ ലീഗിലാണ്, വലിയ ലീഗുകളിലൊന്നുമല്ല രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ ടോപ്പ് 5 ലീഗ് വിട്ട സമയത്ത് റൊണാൾഡോക്ക് തകർക്കാൻ പറ്റാത്ത റെക്കോർഡുകൾ മെസ്സിയുടെ കയ്യിലുണ്ട്, മെസ്സിക്ക് തകർക്കാൻ പറ്റാത്ത റെക്കോർഡുകൾ റൊണാൾഡോന്റെ കയ്യിലുണ്ട്. അത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തകർക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഡിബേറ്റ് പറയുന്ന സമയത്ത് നമ്മൾ എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത ആരാണ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയത് ആരാണ്. ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്ന നിലയിൽ നമ്മൾ എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ഇത്. ഇനി റിട്ടയർമെന്റ് ഏജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ റൊണാൾഡോ ഈ ഒരു വേൾഡ് കപ്പ് കളിക്കും. അത് കഴിഞ്ഞ് 2 സീസണെ റൊണാൾഡോ കളിക്കാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുള്ളൂ. നിലവിൽ റൊണാൾഡോന്റെ ഗോൾ എന്ന് പറയുന്നത് 971. ഇനി 2 സീസൺ റൊണാൾഡോ കളിക്കുമ്പോൾ ഏകദേശം 35, 70 ഗോളുകൾ അടിക്കാം. അങ്ങനെ വരുമ്പോൾ 1000 ഗോൾ എന്നുള്ള അച്ചീവ്മെന്റ് ഫുൾ ആക്കിയതിന് ശേഷം റൊണാൾഡോ ഒരു 40 ഗോൾ, 1040 1050 ഗോളിൽ റൊണാൾഡോ റിട്ടയർ ചെയ്യും, ഫുട്ബോൾ ലോകത്ത് നിന്ന് റിട്ടയർ ചെയ്യും. രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇനി മെസ്സിയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മെസ്സി 38 ഏജ് ആയിട്ടുള്ളൂ. ഇനിയും ഈ സീസൺ അടക്കം ഇനിയും 3 സീസൺ അല്ലെങ്കിൽ 4 സീസൺ മെസ്സി കളിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മെസ്സി ഒരു 150 ഗോൾ അടിക്കാനുള്ള സാധ്യതയുണ്ട്. സോ മെസ്സി 907 നിന്ന് ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് 1060 1080 ഗോളിനിടയിലാണ് മെസ്സി റിട്ടയർമെന്റ് ചെയ്യാനുള്ള സാധ്യത. ചുരുക്കി പറഞ്ഞാൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് റൊണാൾഡോന്റെ ആ ഒരു മോസ്റ്റ് ഐക്കോണിക് ടൈറ്റിൽ എന്ന് പറയുന്നത് ടോപ്പ് ഗോൾ സ്കോറർ എന്ന് പറയുമ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അതും ലയണൽ മെസ്സി ഹോൾഡ് ചെയ്യും. അത് ലയണൽ മെസ്സിയുടെ പേരിലായിരിക്കും. പിന്നെ അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ റൊണാൾഡോക്ക് എത്തിപ്പെടാൻ പോലും പറ്റാത്തൊരു അസിസ്റ്റിലാണ് മെസ്സി നിൽക്കുന്നത്. ഇനി 2 സീസൺ കളിച്ചു കഴിഞ്ഞാലും റൊണാൾഡോക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റൂല. റൊണാൾഡോന്റെ ശൈലി വെച്ച് നോക്കുന്ന സമയത്ത് മെസ്സിയുടെ അസിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് 2 സീസൺ ഇനി കളിച്ചാലും റൊണാൾഡോയ്ക്ക് ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പൊ അസിസ്റ്റ് എന്ന് പറഞ്ഞ കാര്യം റൊണാൾഡോ സ്വപ്നം പോലും കാണണ്ട. ചുരുക്കി പറഞ്ഞാൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് റൊണാൾഡോന്റെ എല്ലാ റെക്കോർഡുകളും തകർത്ത് മെസ്സി ഫുട്ബോൾ പ്ലെയറിലെ നമ്പർ 1 ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? റിട്ടയർ ചെയ്യുന്ന സമയത്ത് മെസ്സി ഇങ്ങനെ പോവുകയാണെങ്കിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് മെസ്സി എല്ലാ റെക്കോർഡുകൾ കൊണ്ടുപോകും. റൊണാൾഡോന്റെ നമുക്ക് പറയാൻ പറ്റുന്ന ഈ റെക്കോർഡ് ഉണ്ടല്ലോ റൊണാൾഡോന്റെ, ആ റെക്കോർഡും മെസ്സിയുടെ പേരിലായിരിക്കും. അത് എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഒപ്പീനിയൻ ഉണ്ടോ, അല്ലെങ്കിൽ മറിച്ചൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ സമീപിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ, സ്കോറേഴ്സ് മൈ.